എന്റെ ഒരു അവസ്ഥയായ കാരണമാണ് മിണ്ടാതിരിക്കുന്നത്. അത് ജാസ്മിൻ മാക്സിമം മുതലെടുക്കുവാണ്, അല്ലാതെ ജാസ്മിനെ പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ മിണ്ടാതിരിക്കുന്നത്. ദൈവം സഹായിച്ച് വീണ്ടും ഒരു ഗെയിമർ ആവാൻ ബിഗ് ബോസ് എന്നെ സമ്മതിച്ച് എനിക്ക് സാധിച്ചാൽ അന്ന് ജാസ്മിന്റെ കഷ്ടകാലമാണ്. എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഈ ഒരു ഡയലോഗ് കേൾക്കാൻ സാധിക്കും. രതീഷ് ജിൻഡോയോട് പറഞ്ഞതാണ്. ജിൻഡോ അവിടെ ആ ഒരു സ്മോക്കിംഗ് ഏരിയയിൽ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. രതീഷ് ആ ഒരു എന്താ പറയാ ഗാർഡൻ ഏരിയയുടെ അവിടെ നിൽക്കുകയാണ്. രതീഷിനെ ഊള ജഡ്ജ് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു ജാസ്മിൻ. അതിന്റെ ഭാഗമായിട്ടാണ് രതീഷ് അങ്ങനെ പറയുന്നത്. ശ്രീതുവുമായിട്ടൊരു വഴക്കുണ്ടാകുന്നുണ്ട്. അതിൽ ജാസ്മിൻ കയറി തല വെച്ച് രതീഷിനെ അങ്ങനെ വിളിക്കുന്നതാണ്. അല്ല ജാസ്മിനെ ബാധിച്ചൊരു കാര്യമൊന്നുമല്ല. രതീഷ് ആകെ ടെമ്പർ തെറ്റിയാണ് അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത്. ആ മനുഷ്യന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഉച്ചയ്ക്ക് പറഞ്ഞ പോലെ മൂക്കുകയർ ഇട്ടാൽ കുതിരയോട്ടക്കാരനെ കൺട്രോൾ ചെയ്യാം, അപകടത്തിൽ നിന്ന് രക്ഷിക്കാം, അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. പക്ഷെ ആ മൂക്കുകയർ എന്നും ആ കുതിരയ്ക്ക് ഒരു അധികപ്പറ്റ് തന്നെയായിരിക്കും. അതുകൊണ്ട് രതീഷ് എന്ന കുതിരയിൽ നിന്നും ബിഗ് ബോസ് ആ മൂക്കുകയർ അഴിച്ചു മാറ്റി അദ്ദേഹത്തെ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കണം. ജാസ്മിന്റെ എന്നല്ല, അവിടെ പലരുടെയും കഷ്ടകാലമായിരിക്കും അങ്ങനെ ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തു കഴിഞ്ഞാൽ. ഊള ജഡ്ജ് എന്ന് ജാസ്മിൻ വിശേഷിപ്പിച്ചാൽ അദ്ദേഹം ഊളയാവുന്ന ഒരാളൊന്നും അല്ല പുള്ളി. ഏറ്റവും കിടലിനായിട്ട് കൊടുത്ത ജോലി ആരെക്കാട്ടിലും വൃത്തിക്ക് ചെയ്തു പോകുന്ന ഒരാളാണ് രതീഷ്. അത് ഈ ഒരാഴ്ച മൊത്തം നമ്മൾ കണ്ടതാണ് ലൈവിനകത്ത്. അതിപ്പോ ഫസ്റ്റ് വീക്കിലായി കഴിഞ്ഞാൽ ഇപ്പോഴാണെങ്കിലും രതീഷിന് കൊടുത്തിട്ടുള്ള ജോലി പക്കയായിട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, ലാലേട്ടനായിട്ട് രതീഷിന് ഒരു അവസരം കൂടി കൊടുക്കുമോ എന്ന വീക്കെൻഡില്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് ഇനി കാണാം.